തക്ക സമയത്ത് കടന്നു വരുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന കാര്യം ഓർപ്പിക്കുന്നു. വചനത്തിലേക്ക് പ്രവേശിക്കാം. ഫിലിപ്പ് ലേഖനം നമുക്ക് എടുക്കാം. അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 13-14 തിരുവചനങ്ങൾ വായിച്ചാൽ. ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 13-14 തിരുവചനങ്ങൾ. മതി. നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. ഒത്തിരി ദൈവവചനങ്ങളൊക്കെ നമ്മൾ കേട്ട വേദഭാഗമാണെങ്കിലും ദൈവം ഈ വചനത്തിലൂടെ സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. പൗലോസിനെ സംബന്ധിച്ച് തടവറയിൽ കിടക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ ലേഖനത്തോട് ബന്ധപ്പെട്ട് എഴുതപ്പെട്ടപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഫിലിപ്പ്യ സഭ താൻ ജീവൻ കൊടുത്ത് ശുശ്രൂഷിച്ച് കഷ്ടപ്പെട്ട ആ സഭ എപ്പഫ്രാദിത്തോസ് എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യനെ പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ആ ജയിലിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി അയക്കുകയാണ്. ജയിലിൽ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ജയിലിനകത്ത് കയറി ഒരാൾ ശുശ്രൂഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പൗലോസിന്റെ തടവറയ്ക്ക് അല്പം ഫ്രീഡം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആ അവസരം ഒരു നന്മയ്ക്ക് വേണ്ടി സഭ അയപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന പൗലോസിനെ ആ തക്ക സമയത്തെ ആവശ്യമറിഞ്ഞ് സഹകരിക്കുന്നതിൽ സഭ പിന്തുണച്ച അവസ്ഥയിൽ പൗലോസിന് വളരെയധികം സന്തോഷമുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഈ സമയത്ത് ഈ ലേഖനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. താൻ അതുകൊണ്ട് തന്നെ എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ അവർക്കുള്ളൊരു കൃതജ്ഞതാ ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. സഭയ്ക്ക് ആവശ്യമായ ആത്മീകമായ വഴികാട്ടലാണ് താൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫിലിപ്പരുടെ ഹൃദയവും മനസ്സും സന്തോഷത്താൽ നിറയ്ക്കുക എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കാരണം തന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ സന്തോഷവാനാണ്, അതുകൊണ്ട് നിങ്ങളും സന്തോഷവാനായിരിക്കുക എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, തന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി അയച്ച എപ്പഫ്രാദിത്തോസിനെ നിങ്ങൾ വീണ്ടും ഹൃദയംഗമായി സ്വീകരിച്ചുകൊണ്ട് കൈത്താങ്ങൽ നൽകി മുന്നോട്ട് പോകുക എന്നാണ് ദൈവദാസൻ ഈ ലേഖനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായി നടക്കുക, ഐക്യമായിരിക്കുക, ദൈവവചനം പ്രമാണിക്കുക, യഹൂദ പക്ഷപാതികളെ കരുതിയിരിക്കുക എന്നുള്ള മുന്നറിയിപ്പോടുകൂടെ ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തെ പരാമർശിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച തിരുവചന ഭാഗം, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. കാരണം യഹൂദവാദികൾ സഭയ്ക്കകത്ത് ഉടലെടുത്തപ്പോൾ അവരെ സംബന്ധിച്ച് ഏറെക്കുറെ എല്ലാം തികഞ്ഞു എന്ന്, ഏറെക്കുറെ എല്ലാം സാധിച്ചു എന്ന്, ഇനിയും മുന്നോട്ടുള്ള ഗമനത്തിൽ തങ്ങൾക്കൊന്നും ചെയ്ത് തീർക്കാൻ ആവശ്യമില്ലെന്ന്, തങ്ങളെല്ലാം കൊണ്ടും തികഞ്ഞവരാണ് എന്ന പൂർണ്ണതയുടെ ചിന്തയിലേക്ക് സഭ നയിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ അങ്ങനെ ഒരു അഭിമാനവാദിയല്ല. അതുകൊണ്ട് തന്നെ താൻ പറയുന്നു, ഞാൻ സഹോദരന്മാരെ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു. സത്യത്തിൽ പൗലോസാണ് ഇവരെ കാട്ടിൽ ശ്രേഷ്ഠവാൻ. പൗലോസാണ് ഈ സഭകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ച് അഭിമാനിക്കാനും പറയാനും അവകാശവാദത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ യഹൂദവാദികൾ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നുവെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ പൗലോസ് പറയുന്നു, പിടിച്ചു കഴിഞ്ഞിട്ടില്ല, തികഞ്ഞവനായിട്ടില്ല, ഒന്ന് ചെയ്യാൻ ഞാൻ ഇനിയും വെമ്പൽ കൊള്ളുകയാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവസഭയിൽ വന്ന കാലങ്ങൾ കൊണ്ടും പഴക്കങ്ങൾ കൊണ്ടും തഴക്കങ്ങൾ കൊണ്ടുമൊക്കെ സംതൃപ്തമായെന്നോ മതിയെന്നോ ഇനി പോകാമെന്നുള്ള ചിന്തയിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. ഓരോ ദിവസവും പിടിക്കാമോ എന്ന് വെച്ചുള്ള ചിന്തയോടുകൂടെ നമ്മുടെ ആത്മീക ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതത്രേ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന പരാമർശം എന്ന് പറയുന്നത് എന്താണ്? താൻ ഒന്ന് ചെയ്യുന്നത്, താൻ പറയുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് നാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി താൻ ലാക്കിലേക്ക് ഓടുകയാ. എന്താ പിൻപിലുള്ളത് മറന്നു എന്ന് പൗലോസ് പറയുന്നത്? അതിന്റെ യഥാർത്ഥ ഭാഷാന്തരം മറന്നു കൊണ്ടേയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നത്. എന്താ മറന്നുകൊണ്ടേയിരിക്കുക എന്ന് പൗലോസ് പറയാൻ കാരണം, ഞാൻ മറ്റു ചില ഭാഗങ്ങളെ ദൈവമക്കളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. അതിന്റെ പിൻപിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ലൂക്കോസിന്റെ 17 അതിന്റെ 32-ാമത്തെ വചനത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് വായിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 17-ാമത്തെ വാക്യമാ. എന്താണ് അതിന്റെ കാരണം എന്നറിയാമോ? ലോത്തിനെ അബ്രഹാമിന്റെ പ്രാർത്ഥന നിമിത്തം ഓടിപ്പോകാൻ വേണ്ടി ദൂതന്മാർ നിർബന്ധിച്ച് കൈക്ക് പിടിച്ചോടിക്കുമ്പോ ലോത്തും പെൺമക്കളും ഇങ്ങനെ ഓടുന്നു, പുറകെ ഭാര്യ ഓടുന്നു. അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ഓട്ടത്തിനിടയ്ക്ക് ഈ സഹോദരി പുറകോട്ട് തിരിഞ്ഞു നോക്കി. ലോത്ത് കണ്ടില്ലെന്നൊരു ചോദ്യമുണ്ട്. ലോത്ത് കണ്ടായിരുന്നെങ്കിൽ പുള്ളി ഉപ്പുതൂണായി പോയനെ. എന്താ മനസ്സിലായി?
ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണാന്ന് കണ്ട ഭർത്താവും തിരിഞ്ഞു നോക്കും, 4 പേര് ഉപ്പ് തൂണായി പോവും. സത്യത്തിൽ പുള്ളി മുന്നേ ഓടിയത് കൊണ്ട് ഭാര്യ ഉപ്പ് തൂണാന്ന് സത്യത്തിൽ പുള്ളി എന്നേരം കണ്ടു കാണാൻ സാധ്യതയില്ല. കണ്ടായിരുന്നെങ്കിൽ അയ്യോ എന്ന് പറയുകയും പുള്ളിയും ഉപ്പ് തൂണായനെയും. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം? പക്ഷേ ലോത്തിന്റെ ഓട്ടം വാസ്തവത്തിൽ താൻ പുറകോട്ട് നോക്കിയാൽ തൻ്റെ അവസ്ഥയും ഇത് തന്നെ. എന്നാൽ ഒരു മുന്നറിയിപ്പ് നൽകിയ ദൈവത്തിന്റെ ഉദാഹരണ, അവിടെ തീ ഇറങ്ങാൻ പോകുമ്പോ ദൂതനെ അയച്ചിട്ട് മുന്നറിയിപ്പ് കിട്ടിയിട്ട് ഒരോട്ടം മുന്നോട്ട് പോകുമ്പോ വചനം പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർക്കണം എന്ന് പറഞ്ഞാൽ പുറകിലോട്ടുള്ള നോട്ട്, പഴയതിലോട്ടുള്ള നോട്ട്, പഴയ ചിന്തകളിലേക്കുള്ള നോട്ട്, അത് മതിയായിരുന്നുള്ള നോട്ട്, അത് വിടണ്ടായിരുന്നുള്ള നോട്ട്, അത് നമ്മളെ പിന്നോട്ടടിക്കുമെന്നല്ല, നിൽക്കുന്നിടത്തുനിന്ന് ചലിക്കാനൊക്കാത്ത പോലെയാക്കി തീർക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. നമ്മൾ പുറകോട്ടും നോക്കിയാൽ പുറകിലുള്ള പലതും, പണ്ട് സംതൃപ്തിപ്പെടുത്തിയ പലതും, പണ്ട് നമുക്ക് സന്തോഷം നൽകിയ പലതും വിടണ്ടായിരുന്നു എന്നുള്ള ചിന്ത ആത്മീകത്തിൽ നമ്മളെ പുറകോട്ടടിക്കും. എന്നെ കേൾക്കുന്ന യുവാക്കളെ, എന്നെ കേൾക്കുന്ന യുവതികളെ, പഴയത് പലതും, ലോകമോഹം പലതും, നമ്മുടെ പിൻപിലുള്ള പലതും മാടി വിളിക്കാൻ നിർബന്ധിക്കും. എന്നാൽ അതിലേക്ക് നോക്കിയാൽ ഒരു പടി പോലും നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് പകൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം മുന്നോട്ട് പോകാനാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. അതേ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വചനം കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആലയത്തിൽ വന്ന ശേഷം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ദൈവം തമ്പുരാൻ വ്യത്യസ്ത ആലോചനകൾ പങ്കുവച്ചിട്ടുണ്ട്. അത് സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ടതാ, അത് ദൈവനാമത്തോട് ബന്ധപ്പെട്ടതാ. കലപ്പയ്ക്ക് കൈവശേഷം തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഇന്നും ഇനിയും മുന്നോട്ട് പോകണോ? പുറകിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നെങ്കിൽ ദൈവരാജ്യത്തെ പ്രതി, ദൈവം നാമത്തെ പ്രതി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം നമുക്ക് നൽകിയ നമ്മുടെ കർത്താവാ. അങ്ങനാണെങ്കിൽ അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി മുന്നേറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നൊരു വചനമുണ്ട്, മോശെ മുന്നോട്ട് പോകാൻ ജനത്തോട് പറ, അവർ പുറകോട്ട് പോകുക വലിവ. സത്യത്തിൽ ഇത് പറയുമ്പോ അവരുടെ മുന്നിലുള്ള ചെങ്കടൽ തുറന്നിട്ടില്ല. മോശയുടെ വടിയെടുത്ത് നീട്ടാൻ ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന് മുമ്പേ ദൈവം പറഞ്ഞു, മുൻപോട്ട് പോകാൻ പറ. അവര് ചോദിക്കും, വെള്ളത്തിലോട്ട് പോകണോ? ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാ, മുൻപോട്ട് പോകാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ മുന്നിലെ വെള്ളത്തെ മാറ്റാനോ, മുന്നിലെ ചെങ്കടലിനെ മാറ്റാനോ, മുന്നിലെ പ്രതിസന്ധിയെ മാറ്റാനോ എന്റെ ദൈവത്തിന് കഴിയോ? എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഒരു പിടി ചോദ്യങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോ നിന്റെ മനസ്സിനെ അലട്ടുന്നെങ്കിൽ ഇന്ന് പകൽ മുന്നോട്ട് പോകാൻ, പിൻപിലുള്ളതിനെ മറക്കാൻ, ചുറ്റുള്ളിയും ചീരുള്ളിയും അവിടുത്തെ ജീവിതവും അവിടുത്തെ സാഹചര്യവും ഈ മുന്നിലെ വെള്ളത്തിൽ മുക്കാനല്ലെന്ന് പോകാൻ പറഞ്ഞവൻ അവൻ തന്റെ കരം ചലിപ്പിക്കാൻ വേണ്ടി പോകയാ. ഇന്ന് പകൽ നിരാശയോടെ എന്റെ ദൈവമേ ഇറങ്ങി തിരിച്ചിട്ട് എന്തായി എന്ന ഒരു പിടി ചോദ്യം നമ്മളെ അലട്ടുന്നെങ്കിൽ ഞാൻ ദൈവമക്കളോട് പറയുന്നില്ല, അതൊരിക്കലും സംഭവിക്കില്ല. മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോ തുടങ്ങി ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗം, എന്തിനെ മറക്കണം? പരാജയങ്ങളെ മറക്കണം, ജീവിത സാഹചര്യങ്ങളെ മറക്കണം, അതെല്ലാം ഞാൻ വിടുകയാ. പൗലോസിനെ ബന്ധിപ്പിച്ച പിൻപിലുള്ളതിനെ മറന്ന 2 ചിന്തകൾ വേഗത്തിൽ ഞാൻ പറയാം. അതേ അധ്യായം തന്നെ അതിന്റെ 7-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ക്രിസ്തു നിമിത്തം ഛേദം എന്ന് ഞാൻ എണ്ണിയിരിക്കുന്നു. അത് 7-ാമത്തെ വചനത്തിൽ ഛേദമെന്നെണ്ണിയത് 7 കൂട്ടം കാര്യങ്ങളാ. 7 കൂട്ടം കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അതിൻ്റെ 5-ാമത്തെ വചനം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. ഞാൻ വേഗത്തിൽ ഇനി കമ്പിവാചകം പോലെ പറഞ്ഞു വിടാം. വാസ്തവത്തിൽ അബ്രഹാമിന് കൊടുത്ത കൽപ്പന, ഇസഹാക്കും യേശുക്രിസ്തുവിലും അനുഷ്ഠിച്ച കൽപ്പന, ഒരു മനുഷ്യൻ ജന്മനാൽ യഹൂദനാണെന്ന് പ്രൂവ് ചെയ്യുന്ന കൽപ്പന. പൗലോസ് പറയുകയാ, എൻ്റെ പഴയ ചിന്തക്കകത്തെ, ഞാൻ ഛേദമെന്നെണ്ണിയതിനകത്തെ ഞാൻ അനുഗ്രഹത്തിന്റെയും മുദ്രയായ ഇസ്രായേൽ,
ചുരുക്കി പറഞ്ഞ പൗലോസ് പറയുകയാ, ഞാൻ ഛേദമെന്നെണ്ണിയത് എന്റെ ഒരു പദവിയുണ്ട്, അനുഗ്രഹമുണ്ട്, അപ്പനും അമ്മയും ഇസ്രായേലാ. ഒത്തിരി പറയണമെന്ന് പറഞ്ഞാൽ അത് വിവരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇഷ്ടഭാര്യയുടെ പുത്രനാ. വാസ്തവത്തിൽ വാഗ്ദത്ത ദേശത്തെ സന്തതിയാ. യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുകയാ. പറയാനുണ്ട്, പ്രഥമ രാജ്യം ഞങ്ങളുടെ അവകാശമാ. ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് ആദ്യത്തെ രാജാവ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവാലയം, യെരൂശലേം നഗരവും ബെന്യാമീൻ ഗോത്രത്തോട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ബെന്യാമീൻ ഗോത്രക്കാരെന്ന് പറയുമ്പോ പഴയ നിയമത്തിലെ ആദ്യ രാജാവ് തുടങ്ങി അവരുടെ അഭിമാന സ്തംഭമായ ആലയം വരെ ആ ഗോത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുക. ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലെ മർത്തമായ യാക്കോബ് ചെയ്ത ഒത്തിരി വിഭാഗം ഉണ്ടല്ലോ. അത് ഏറ്റവും ഡിമാൻഡ് ആണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ റാന്നി ഭാഗത്തുനിന്ന് ഒരു ചെറിയ കമ്പനിയുടെ പേരൊക്കെ പറയത്തില്ലേ. ഞാൻ അത്രയും മതി പുഷ്ടപ്പെടുക. ഒരു കാര്യം മനസ്സിലാക്കണം, പൗലോസ് പറയേ, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, വെറുതെ കൊച്ചു പുള്ളിയൊന്നുമല്ല കേട്ടോ. മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ കൊച്ചു പുള്ളിയല്ല, ഈ യഹൂദനാണ്, അപ്പൊ തന്നെ ഇസ്രായേലിനാണ്. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, അതും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. നാലാമത്തെ കാര്യം, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. എന്താ മാതൃഭാഷയ്ക്കകത്തൊരു പ്രത്യേകത? എന്താ മാതൃഭാഷ? ഗ്രേക്കരോട് ബന്ധപ്പെട്ട് ഗ്രീക്ക് സംസ്കാരവും ഹീബ്രു സംസ്കാരവും രണ്ട് സംസ്കാരങ്ങളാ. ഇതിനകത്ത് വലുത് ഏതാണെന്നറിയാമോ? ഇതിനകത്ത് വലുത് ഹീബ്രു സംസ്കാരമാ. ഹീബ്രു ഭാഷ മാതൃഭാഷയായിട്ട് പഠിച്ചവനാ, ജന്മനാ ലഭിച്ചതാ ഹീബ്രു ഭാഷ. ചർച്ചിനകത്ത് തന്നെ സീറോ മലബാറും മറ്റേ മലബാറും ഒക്കെ പറയാറില്ല, ഇതേ സംഭവം. അത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ആശയം മനസ്സിലാകും. എന്തോ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇവൻ പറയുക, ഇതിനകത്ത് തന്നെ ഭാഷ കൊണ്ടൊരു മേൽക്കോയ്മ. അപ്പൊ പൗലോസ് ഛേദമെന്നെണ്ണിയത് 4 ജന്മനാ കിട്ടിയതാ. മനസ്സിലാക്കുന്നുണ്ടോ? 4. 1 പരിച്ഛേദന, 2 ഇസ്രായേൽ ജാതിക്കാരൻ, 3 ബെന്യാമീൻ ഗോത്രക്കാരൻ, 4 എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. 4 കാര്യം ജന്മനാൽ കിട്ടിയത് ഛേദമെന്നെണ്ണി. ദൈവമക്കൾ, ഇത് വലിയ പാടാ കേട്ടോ. വാസ്തവത്തിൽ ഛേദമെന്നുള്ള വാക്കിന് ഈ 7ാമത്തെ വാക്യത്തിൽ കൊടുത്ത അർത്ഥം സെമിയ എന്നൊരു പദമാ. അതിന്റെ അർത്ഥം സാക്ഷാൽ ലാഭമായ ക്രിസ്തു തനിക്കും നഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കൽ ലാഭമായി അഭിമാനത്തോടെ കരുതിയ പലതും നഷ്ടമാക്കാൻ ശ്രമിച്ചു എന്ന. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? എനിക്ക് ഒരു കാലത്ത് ലാഭം, എന്റെ അഭിമാനം, എന്റെ ഐഡന്റിറ്റി, എന്റെ ഭാഷ, എന്റെ മതം, എന്റെ ജാതി, ഇതിന്റെയൊക്കെ മുകളിൽ ക്രിസ്തു വന്നപ്പോ എനിക്കൊരു കാര്യം പിടികിട്ടി. എനിക്ക് ലാഭമെന്ന് പണ്ട് അഭിമാനിച്ചത് യേശു ക്രിസ്തു നിമിത്തം. എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ, എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ ജന്മനാൽ കിട്ടിയ 4 കാര്യം ഛേദമെന്നെണ്ണി. ഇനി അടുത്ത 3 കാര്യം സ്വന്തം പരിശ്രമത്താൽ നേടിയതാ. അവിടെ വായിക്കണേ, അടുത്ത വാക്യം. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. നമ്മൾ ആക്സ് 23:6, 26:5 ഇതൊക്കെ വായിക്കുമ്പോൾ പരീശന്റെ മകനാ. അപ്പൊ തന്നെ യഹൂദ മതം മറ്റു പലരെക്കാട്ടിലും നന്നായിട്ട് പഠിച്ചു. എന്ന് പറഞ്ഞാൽ യഹൂദ മതം പഠിക്കുന്ന പരീശന്മാർ സ്വയനീതിക്കാരാ. പല രീതിയിലുള്ള പ്രാർത്ഥന കാര്യങ്ങൾ, ഇതെല്ലാം അവരിൽ തന്നെ ഒരു അഹങ്കാരമുണ്ട്. പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാ, മിടുക്കനാ. പൗലോസിനെ വെട്ടാൻ ആളില്ലെന്ന്. അടുത്ത ഭാഗം, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഈ പരീശന്മാരുടെ പക്ഷത്ത്, യഹൂദ മതത്തിനകത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അഭിമാനം റബിമാർ കൽപ്പിക്കുന്നത്, അതിനെ വിരോധിക്കുന്നവരെ ഉപദ്രവിക്കുന്ന സിസ്റ്റമാ. ഇത് വാസ്തവത്തിൽ ഇസ്ലാം മതത്തിലുണ്ട്. അവരെ വിരോധിക്കുന്നവരെന്ത് ചെയ്യണം? എന്തിനാ ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് വന്നപ്പോ കയ്യിലൊരു അധികാരപത്രം? ഇത് അവിടുന്ന് കൊടുത്തുവിട്ട പത്രമാ. ആരെ നശിപ്പിക്കാൻ? സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരെ നശിപ്പിക്കാൻ. കണ്ടോ? അപ്പൊ ഞാൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച റിവാർഡുണ്ട്. പൗലോസ് ഒരു കൊച്ചു പുള്ളിയല്ല കേട്ടോ. പൗലോസ് ചെയ്യുന്നതിനൊക്കെ പൗലോസ് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സ്വീകരണമുണ്ട്. പക്ഷെ പൗലോസ് അത് ഛേദമെന്നെണ്ണി. അടുത്തത്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ആചരിക്കുന്നതിൽ പരീക്ഷ പക്ഷത്തിനകത്ത് എല്ലാ രീതിയിലും അനിന്യനായി എണ്ണിയാൽ, റിമാർക്കില്ലാത്തവനായി എണ്ണിയാൽ അവന് കിട്ടുന്നൊരു പ്രിവിലേജ് ഉണ്ട് ആ സമൂഹത്തിനകത്ത്. നമ്മൾ പറയത്തില്ലേ,
ടോപ്പ് ഗിയറിലാണ് സംഭവം. ഗമാലിയന്റെ പാദപീഠത്തിൽ അരച്ച് കലക്കി പഠിച്ചു. അപ്പൊ തന്നെ ആ കമ്മ്യൂണിറ്റിക്കകത്ത് അനിന്യനായി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ അലുകുരുക്കല്ലായിരുന്നു. അവിടെ നീതി സംബന്ധിച്ച് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കാത്ത ആ മതത്തോട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യൻ പൗലോസ് പറയുകയാ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ എന്ന പേരും ശുഷ്കാന്തി സംബന്ധിച്ച പേരും നീതി സംബന്ധിച്ച അനിന്യൻ എന്ന പേരും ഇതൊക്കെ സ്വന്തം പരിശ്രമത്താൽ ഉണ്ടാക്കിയെടുത്തതാ. എന്ന് പറഞ്ഞാൽ ജന്മനാൽ കിട്ടിയതും സ്വന്തം പരിശ്രമത്താൽ പേരാക്കിയെടുത്തതും സമൂഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ദർശനം കിട്ടിയപ്പോ പൗലോസ് ഛേദമെണ്ണി. കൊച്ചു കാര്യമല്ല കേട്ടോ, ലോട്ടറി അടിച്ചതല്ല പൗലോസിന് ഇത്. പൗലോസ് പറയുക മാനുഷികമായൊരു നഷ്ടക്കച്ചവടമാ. പക്ഷെ ക്രിസ്തുവിന്റെ ലാഭം കണ്ടപ്പോ, മഹാനിധിയെ കണ്ടപ്പോ അവർക്കാർക്കും മനസ്സിലാകാത്ത ഒന്ന് എന്റെ അകത്ത് കിട്ടി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ പലരെങ്കിലും പറയും അത് വിട്ടു പോരണ്ടായിരുന്നു, കാരണം എനിക്ക് അതായിരുന്നു കുറച്ചുകൂടെ സമൂഹത്തിൽ സ്റ്റാറ്റസ്. സത്യമാ കേട്ടോ. പക്ഷെ ഇതൊക്കെ വിട്ടു വരുന്നതിന് പിൻപിൽ സ്വർഗീയ ദർശനം എന്ന ഒന്നുണ്ട് കേട്ടോ. ഇന്ന് പകൽ ആ ദർശനം കണ്ടവൻ ഇത് നഷ്ടമാണെന്ന് പറയില്ല. ആ ദർശനം കണ്ടവൻ ഇത് കഷ്ടമാണെന്ന് പറയില്ല. ആ ദർശനം കണ്ടവൻ പറയും, ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണുകയാ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗം 8-ാമത്തെ വചനമാ. അവിടെ പൗലോസ് പറയുന്ന കാര്യം എന്നറിയാമോ? 3-ാമത്തെയും 8-ാമത്തെ വചനത്തിൽ 2-ാമത്തെ ഛേദം, അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും ഛേദമെന്നെണ്ണുന്നു. ഇപ്പൊ ഈ ലെറ്റർ എഴുതുമ്പോൾ 30 വർഷമായി. 2-ാമത്തെ ഛേദം അതിന്റെ പേര് സ്കുബാലോൺ എന്ന പദമായി എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ സെമിയാണെങ്കിൽ സ്കുബാലോണിന്റെ അർത്ഥം ഇപ്പൊ പെന്തിക്കോസിലായിട്ട് നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ 30 വർഷമായി. എന്നിട്ട് പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനെ അത്രയുമല്ല യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും ഛേദമെന്നുണ്ടുക. എന്താ എൻ്റെ അർത്ഥം? ഈ സഭയെല്ലാം സ്ഥാപിച്ച പുള്ളി സൂപ്രണ്ടല്ലേ, പുള്ളി കിടക്കുന്നത് ജയിലിലല്ലേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പുള്ളി നമ്മുടെ ഇടയിൽ സാധാരണ ഞാൻ പ്രസ്ഥാനങ്ങൾക്കകത്ത് ഇലക്ഷൻ തോറ്റ പുള്ളിയുടെ ശുശ്രൂഷ വരെ പോകും. പിന്നെ അവർ വിഷമിച്ച് ഒരു മൂലക്കരിക്കും, ഇലക്ഷൻ തോറ്റല്ലോ എന്ന്. പൗലോസ് അപ്പോസ്തലൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഈ സഭകളൊക്കെ ഒത്തിരി പ്രവർത്തിച്ചതാ. പക്ഷെ 30 വർഷം കഴിഞ്ഞപ്പോഴും പുള്ളി പറയുന്നു, ക്രിസ്തു നിമിത്തം എനിക്കിപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണാൻ ദൈവം കൃപ നൽകുന്നു. ഇന്ന് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഉച്ഛിഷ്ടമെന്ന എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ എന്തെല്ലാം ഇഷ്ടവിഭവങ്ങൾ കഴിച്ചാലും, അതിന്റെ അർത്ഥം എങ്ങനെയാ? ഇഷ്ടവിഭവങ്ങൾ കഴിച്ചാലും അടുത്ത ദിവസം അതിനെക്കാട്ടി നല്ലത് കഴിക്കണമെങ്കിൽ വയറ് കാലിയാകണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വയറ് കാലിയാകാതെ നല്ല ഭക്ഷണം ഇന്ന് കഴിച്ചു, ഇന്ന് മൊത്തം ഇരുന്ന് കഴിച്ചു, നാളെയും അതിനെക്കാട്ടി നല്ലത് കഴിക്കണമെങ്കിൽ വയറ് കാലിയാകണമെന്ന് പൗലോസ് പറയുകയാ. എന്നെ സംബന്ധിച്ച് അന്ന് ഛേദമെന്നെണ്ണിയത് എൻ്റെ പഴയ പാരമ്പര്യമാണെങ്കിൽ, ജന്മനാലും നേടിയെടുത്തതുമാണെങ്കിൽ, ഇന്നും എനിക്ക് പുകഴാനും പ്രശംസിക്കാനും പലതും 30 വർഷം കൊണ്ടുണ്ടെങ്കിലും പൗലോസ് പറയുകയാ, ഇപ്പോഴും ക്രിസ്തുവാണ് എനിക്ക് അതിനെക്കാട്ടി വലുത്. ഇപ്പോഴും കർത്താവ് എനിക്ക് അതിനെക്കാട്ടി വലുത്. ദൈവമക്കളെ, പെന്തിക്കോസ്തി വന്നിട്ട് ദൈവം പലതും തന്നു കാണും. വീട് തന്നു കാണും, വീട്ടുകാരെ തന്നു കാണും, തലമുറയെ അനുഗ്രഹിച്ചു കാണും. എന്നാൽ അതിനെക്കാട്ടി വലുതാ ക്രിസ്തു. നാളെ ദൈവം നിന്റെ മേലൊരു വിളി കൽപ്പിച്ചാൽ അഭിമാനത്തോടെ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ എത്ര പേർക്ക് ഈ ദൂത് പ്രകാശിക്കുന്നുണ്ട്? ഇന്ന് മകൻ ആത്മാവിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാ, ഇന്നത്തെ നേട്ടം തന്നതിന് കൃപ എന്ന് പറയണം. പൗലോസ് പറയും അതിന്റെ പേര് കൃപയെന്നാ, അർഹതയില്ലാത്ത ദാനമെന്ന. എന്താ? ദാനത്തിലല്ല, എനിക്കിപ്പോഴും ഛേദമെന്നെണ്ണാൻ ദാനത്തെ പോലും അങ്ങനെ കാണാൻ കാരണം എൻ്റെ ദാതാവിനെ കുറിച്ചുള്ള ദർശനമാ. ഇന്ന് പകൽ ദൈവമക്കളെ, ദൈവം നൽകുന്ന ഗിഫ്റ്റുകളിലല്ല കേട്ടോ എൻ്റെ കർത്താവിൽ സന്തോഷിക്കാൻ, എൻ്റെ കർത്താവിൽ ആനന്ദിക്കാൻ. ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് പറയേ, ഞാൻ എന്തോ ദൈവമായത്, ഇത്രയും നാൾ കർത്താവിനെ സേവിച്ചു, ഇപ്പോഴും ഞാൻ ജയിലിൽ കിടക്കുക. കണ്ടോ, ഞാനുണ്ടാക്കിയ സഭകൾ, ആളുകളെല്ലാം വിഷമിക്കുക എന്നെക്കുറിച്ച്. എൻ്റെ കർത്താവെ, ഞാനെന്തിനാ അങ്ങേ സേവിക്കുന്നേ? ഇന്ന് പകൽ ആ ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, കാലങ്ങൾ കൊണ്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി എനിക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും കിട്ടിയില്ല എന്ന് കരുതി ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നെങ്കിൽ നിരാശപ്പെടല്. അതല്ല വലുത്. അതുപോലും ഛേദമെന്നണ്ടിയിട്ട് കാരാഗ്രഹത്തിൽ കിടന്ന് സന്തോഷിക്കാൻ ലേഖനം എഴുതുന്നതിന്റെ പിന്നിലുള്ള ഔചിത്യം അവന്റെ അകത്ത് പ്രാപിച്ച ക്രിസ്തു ദർശനമാ. ഹല്ലേലൂയ.
ഞാൻ മുന്നോട്ട് പോകുകയാ. അങ്ങനെ ഛേദമെന്നെ പൗലോസ് പറയുകയാ, ഞാൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട്. എന്താ അരയും തലയും മുറുക്കി താൻ ഓടുന്നത്? താൻ ഇങ്ങനെ ഓട്ടത്തിൽ ഓടുമ്പോൾ താൻ ആകെ ആയുന്നത് മുൻപിലുള്ള കർത്താവിങ്കിലേക്ക് വളരാനാ, ക്രിസ്തു എന്ന തലയോളം പോകാനാ. ഞാനതെല്ലാം വിടുകയാ. അതെല്ലാം ഓട്ടക്കളത്തിലെ സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നു, പരമവിളിയുടെ വിരുത് എന്ന് പറഞ്ഞാൽ ഇത് ഉയരത്തിലെ വിളിയാണ്, സ്വർഗീയ വിളിയാണ്, സ്വർഗത്തിലേക്കുള്ള വിളിയാണ്, ഓഹരിക്കാരനാകാനുള്ള വിളിയാണ്. ഇതെല്ലാം ക്രിസ്തുവിൽ കൂടെയും ക്രിസ്തു മൂലവുമാ എനിക്ക് വിളിയെല്ലാം കിട്ടിയത്. അതുകൊണ്ട് പൗലോസ് പറയുകയാ, എനിക്ക് ഇതിനെക്കാട്ടിലെല്ലാം വലുത് ഛേദമെന്നെണ്ണാൻ. കാരണം ഒരിക്കൽ വിളിച്ച വിളി ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തു ദർശനത്തിനകത്ത് നിലനിർത്തണമെങ്കിൽ പരമവിളി നമ്മുടെ അകത്ത് കേടാതിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയുകയാ, ആ വിളിയുടെ പരമവിളിയുടെ വിരുദ്ധനായി. എന്താ വിരുദ്? വാസ്തവത്തിൽ ഓട്ടമോടുന്നവർക്ക് വിരുദ് എന്ന വാക്കിന്റെ അർത്ഥം സമ്മാനം എന്നാ. ജയിക്കുന്നവനാ സമ്മാനം. പണ്ട് ഒലിവല കൊണ്ടുള്ള സമ്മാനമാ. നമുക്ക് കിട്ടാൻ പോകുന്ന കിരീടം വാടാത്ത കിരീടമാ. പരമവിളിക്കകത്ത് ഓട്ടം തുടങ്ങിയ പൗലോസിനൊരു കാര്യം അറിയാം, ഈ ഓട്ടത്തിനകത്ത് എനിക്ക് ഒരു വിരുദ് പ്രാപിക്കണം. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ ആത്മീക ജീവിതത്തിനകത്ത് എനിക്കൊരു വിരുദ് പ്രാപിക്കണം, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് എനിക്കൊരു വിരുദ് പ്രാപിക്കണം. വെറുതെ എങ്ങനെങ്കിലും ഓടാനല്ല, എങ്ങനെയെങ്കിലും ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല, എവിടെങ്കിലും ഞാൻ ഇടിച്ചിരിക്കാനുമല്ല, ആ പരമവിളിയുടെ വിരുദിന് വേണ്ടി ഓടാൻ. പൗലോസ് പറയുക, ലാക്കിലേക്ക് ഓടുന്നു. എന്താ ലാക്ക്? ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക്. ലാക്ക് എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേ തലയ്ക്കൽ നമുക്ക് എത്തേണ്ട സൈൻ ബോർഡുണ്ട്. സൈൻ ബോർഡ്. പൗലോസിന്റെ ഓട്ടത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നോണ്ടാ ഓടുന്നത്, പീഡയ്ക്കകത്ത് കിടന്നോണ്ടാ ഓടുന്നത്, കഷ്ടം സഹിച്ചോണ്ടാ ഓടുന്നത്. പക്ഷെ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അങ്ങേ തലക്കിൽ ഈ ഓട്ടത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. എന്താ കാണുന്നറിയാമോ? എൻ്റെ സൈൻ ബോർഡ് എൻ്റെ കർത്താവാ. എൻ്റെ കർത്താവിനെ കണ്ടോണ്ടാ ഈ ഓട്ടം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കർത്താവിനെ കണ്ടോണ്ടാ നമ്മുടെ ഓട്ടമെങ്കിൽ ഇടയ്ക്ക് എത്ര പ്രതിസന്ധി വന്നാലും, തലകുത്തിയിടുന്ന പ്രതികൂലം വന്നാലും, കരകയറില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചാലും ഓടുന്നവനറിയാ, എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്കുള്ള എൻ്റെ മൂവ്മെന്റിന് യാതൊരു ക്ഷതവും വന്നിട്ടില്ല. പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, എത്തല്ലേ ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പലവട്ടം പൈതാഹം, പട്ടടി, ഉറക്കളപ്പ് എല്ലാം വന്നെങ്കിലും ഒരു കാര്യം അറിയാ, ഞാൻ എൻ്റെ ലാക്ക് കണ്ടോണ്ടാ ഓടുന്നത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് ഈ മക്കളെ, ലാക്ക് കണ്ടോണ്ടാണ് ഓടുന്നത്. ആ കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം. പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്ന ഫിനിഷിംഗ് പോയിന്റ് ആ മനുഷ്യൻ മനസ്സിലാക്കി കേട്ടോ. ഇന്ന് പകൽ ആത്മകണ്ണെന്ന് ഉയർത്തിക്ക്, ഒന്ന് പ്രകാശിച്ച്, ഒന്ന് ദൈവത്തിൽ പറഞ്ഞേ, അപ്പാ അവിടേക്കുള്ള എൻ്റെ ഓട്ടത്തിന് സൈൻ ബോർഡ് മറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ഹൃദയ ദൃഷ്ടി ഒന്നുകൂടെ ഒന്ന് പ്രകാശിക്കുക. എത്ര ദൈവമക്കൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? സമയം കഴിഞ്ഞു. ഒരു പാട്ട് പാടുന്നുണ്ട്, ഒരു സെക്കൻഡ് എഴുന്നേക്കാമോ? പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുൻപിലുള്ള ലാക്കിലേക്കു വേഗമോടിടാ, പിൻപിൽ